ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ്. മക്രോണിയാണ്. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ അത് ആദ്യം നമ്മൾ അതിനെ വേവിച്ചെടുക്കണം. ആദ്യം ഇങ്ങനെ വേവിച്ചെടുക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിന് മക്രോണിയുടെ മുകളിൽ വെള്ളമാവണം. എന്നിട്ട് അതിനെ നല്ലോണം വേവിച്ചിട്ട് ഒരു നെറ്റിലേക്ക് തട്ടി വെള്ളമൊക്കെ പോക്കുക. അതിന് ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പാൻ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. അതിനെ നമ്മൾ ഇളക്കി മണിമണിയാക്കണം. ചെറിയ മണിമണിയാക്കി നമ്മൾ അതിനെ ഇളക്കിയെടുക്കും. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റൊക്കെ അവൈലബിൾ ആണ്. വൈകുന്നേരം ചെറിയ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അതിനെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കോഴിമുട്ട അതിനുശേഷം ആ പാൻ തന്നെ വീണ്ടും അടുപ്പത്തിരിക്കും. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കുറച്ചൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു വലിയ ഉള്ളി. അത് പാൻ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കണേ. എന്നാലും ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടും. നമ്മൾ ഉള്ളി വാടാനാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്ന് വാടും. ഉള്ളി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു പച്ചമുളകും, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇവിടെ എരിവ് കുറവാണ് എല്ലാവർക്കും, അതുകൊണ്ട് ഞങ്ങൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ.
ഒരു തക്കാളി, ഒരു ചെറിയ വലിയ ഉള്ളി, ആവശ്യത്തിന് ഒരു പച്ചമുളക് ഇട്ടാൽ മതി. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നല്ലോണം മിക്സാക്കും. തീ സിമ്മിലാക്കിയേക്കണേ, മറ്റേത് കരിഞ്ഞു പോകും. നമ്മൾ ഉപ്പൊക്കെ നോക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണിയാണ്. ഇതിനെ നല്ലോണം മിക്സ് ചെയ്യും. നല്ലോണം മിക്സ് ഉപ്പുണ്ടോ നോക്കണേ. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം വെള്ളം ഇട്ടു. പിന്നെ നമ്മൾ കോഴിമുട്ടയിൽ വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് പൊടി പൊടിയാക്കി എടുക്കട്ടോ. നമ്മൾ കോഴിമുട്ട നേരത്തെ ആക്കി വെച്ച കോഴിമുട്ടയാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പസമയം നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നാലൊന്ന് ആവിയിലൊന്ന് നല്ലോണം. ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ മക്രോണി സ്പെഷ്യൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.